നീറ്റ് UG പുനഃപരീക്ഷയ്ക്കെതിരെ സുപ്രീം കോടതിയിൽ പൊതു താൽപര്യ ഹർജി വന്നു. 22 ലക്ഷം വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ നടത്താനുള്ള തീരുമാനം ഏകപക്ഷീയം എന്നാണ് ഹർജിയിൽ വാദിച്ചിരിക്കുന്നത്. ഹർജി നാളെയാണ് കോടതി പരിഗണിക്കുക. പുനഃപരീക്ഷ നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിനും NTA-ക്കും വിദ്യാർത്ഥികൾ നിവേദനം നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വിനീത VG ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ തത്സമയം മോർണിംഗ് ക്ഷണിച്ചു. ഗുഡ് മോർണിംഗ് വിനീത. വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് SKN. പൊതു താൽപര്യ ഹർജിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഈ ഹർജി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നാളെ പരിഗണിക്കും. 22 ലക്ഷം വിദ്യാർത്ഥികൾക്കാണ് ഈ പുനഃപരീക്ഷ നടത്തുന്നത്. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും അത് അന്യായമായിട്ടുള്ളൊരു കാര്യമാണെന്നുമാണ് ഈ ഹർജി. 1467 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഒരു നിവേദനം കൂടി സമർപ്പിച്ചിരിക്കുന്നത്. അവർ വിദ്യാഭ്യാസ മന്ത്രാലയത്തിനും NTA-ക്കുമാണ് ഈ നിവേദനം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന നീറ്റ് പുനഃപരീക്ഷ ഒരു മാസത്തേക്ക് നീട്ടിവെക്കണമെന്നാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതെല്ലാം വിദ്യാർത്ഥികൾ പറയുന്നത് ഈ ആദ്യഘട്ട പരീക്ഷ റദ്ദാക്കുകയും പിന്നാലെ വീണ്ടും ഇപ്പോൾ പുനഃപരീക്ഷ നടത്താൻ പോകുന്നു. ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ വിദ്യാർത്ഥികളല്ല കാരണമായതെന്നും ഏതാണെങ്കിലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മറ്റേതൊരു പരീക്ഷയെക്കാളും കുറേ കഠിനാധ്വാനം നടത്തേണ്ട ഒരു പരീക്ഷയാണ് ഈ നീറ്റ് പോലുള്ള പ്രധാനപ്പെട്ട പരീക്ഷകൾ. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷ പെട്ടെന്ന് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടും മാനസിക പ്രയാസവും ഒക്കെ തന്നെയുണ്ട്. ഇതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു മാസം കൂടി സമയം നൽകണമെന്നാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു അഭിഭാഷകൻ മുഖേനയാണ് ഇപ്പോൾ NTA-ക്കും ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിനും വിദ്യാർത്ഥികൾ കത്ത് നൽകിയിരിക്കുന്നത്, നിവേദനം സമർപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ NTA-യും ഇന്നൊരു അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഈ നീറ്റ് റീ എക്സാമിന്റെ ചോദ്യപേപ്പർ ചോർന്നു, ആ ചോദ്യപേപ്പർ ലഭ്യമാക്കുന്നു എന്ന തരത്തിലുള്ള നിരവധി ഫ്രോഡ് കേസുകൾ, നിരവധി വ്യാജ കേസുകളൊക്കെ തന്നെ നടക്കുകയാണ്. ഇതിനെതിരെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഇന്നലെയും ബീഹാറിലും മറ്റുമായി 4 പേരെയാണ് ഇത്തരത്തിലേക്ക് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചവരെ പിടികൂടിയിരിക്കുന്നത്. ഇതിനെതിരെ ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് ഈ ഘട്ടത്തിൽ NTA നൽകിയിരിക്കുന്നത്. ഇങ്ങനെ ഈ ചോദ്യപേപ്പർ അത് മറ്റാർക്കും ആക്സസ് ചെയ്യാൻ കഴിയില്ലെന്നും ഇത്തരത്തിലേക്കുള്ള വ്യാജ ആളുകൾ ബന്ധപ്പെടുകയാണ് എങ്കിൽ വ്യാജ വെബ്സൈറ്റുകളോ അല്ലെങ്കിൽ ഇത്തരത്തിലേക്ക് ചോദ്യപേപ്പറുകൾ നൽകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാജ അക്കൗണ്ടുകളിലൂടെയുള്ള മെസ്സേജുകൾ വരികയാണ് എങ്കിൽ NTA-യുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നുമാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.